സംസ്ഥാന വ്യാപകമായി മൃഗസംരക്ഷണ വകുപ്പ് നടത്തുന്ന 20ാം കന്നുകാലി സെൻസസിന് തുടക്കമായി. മാർച്ച് 1 മുതൽ മെയ് 31 വരെ സംസ്ഥാനത്ത് നടത്തുന്ന കന്നുകാലി സെൻസസിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസിന്റെ തെക്കുംകരയിലെ വസതിയിലും കോർപ്പറേഷൻ തല ഉദ്ഘാടനം മേയർ അജിത വിജയന്റെ കൂർക്കഞ്ചേരിയിലെ വസതിയിലും വെച്ച് നടന്നു. പശു, കാള, പോത്ത്, എരുമ, ആട് തുടങ്ങി 15 ഇനം വളർത്തുമൃഗങ്ങളുടെയും കോഴി, താറാവ് തുടങ്ങി 8 തരം പക്ഷിയിനങ്ങളുടെയും വളർത്തുമത്സ്യസമ്പത്ത്, തെരുവുനായ്ക്കൾ, കശാപ്പുശാലകൾ, മത്സ്യബന്ധന അനുബന്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നതിനായാണ് മൃഗസംരക്ഷണ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഈ സെൻസസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ വരുന്ന കൃത്യമായ കന്നുകാലി മൃഗസമ്പത്ത് നമുക്ക് കണക്കെടുക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സെൻസസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ഥിതിവിവര ശേഖരണത്തിനായി മൃഗാശുപത്രിയിൽ നിന്ന് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ ചോദ്യാവലിയും വിവരങ്ങൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനവുമായി എല്ലാ വീടുകളിലും എത്തും. ഗ്രാമപ്രദേശങ്ങളിൽ 4500 വീടിന് ഒരാൾ, നഗരപ്രദേശങ്ങളിൽ 6000 വീടിന് ഒരാൾ എന്ന തോതിലാണ് ഇതിനായി ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരിക്കുന്നത്. GPS മാപ്പിംഗ് വഴി മൃഗങ്ങളുടെയും പക്ഷികളുടെയും മത്സ്യസമ്പത്തിന്റെയും വിവരങ്ങൾ അവിടെ നിന്നുതന്നെ അപ്ലോഡ് ചെയ്യുന്നതിനാൽ കൃത്യമായി അവയുടെ ആവാസ വിവരങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. കന്നുകാലി മത്സ്യസമ്പത്ത് മേഖലയിൽ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നാളിതുവരെ നടപ്പാക്കിയ പദ്ധതികളുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പോരായ്മകൾ നികത്തുന്നതിനുമാണ് ഈ സെൻസസ് വിവരങ്ങൾ പ്രയോജനപ്പെടുത്തുക. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലുമുള്ള കുടുംബങ്ങൾ, സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ എന്നിവിടങ്ങളിലെ പക്ഷിമൃഗാദികളുടെ വിവരങ്ങളാണ് ഇങ്ങനെ ശേഖരിക്കുന്നത്. പാൽ, മുട്ട, മാംസം എന്നിവയുടെ സീസൺ അടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനം 5 കൊല്ലം കൂടുമ്പോൾ നടത്തുന്ന കന്നുകാലി സെൻസസിനെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. TCV, തൃശൂർ.